അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഹുദൈഫ കൂട്ടിച്ചേർക്കുന്നു, ഞാൻ ഇങ്ങനെയും കേട്ടു അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരണക്കിടക്കയിൽ ആയിരുന്നു. അദ്ദേഹം ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷയും കാണുന്നില്ലായിരുന്നു. അതായത് സകല പ്രതീക്ഷയും അസ്തമിച്ചു, മരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി. എന്താ രോഗമോ അല്ലെങ്കിൽ വയസ്സായതോ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ഒരു കൂമ്പാരം മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിട്ട് തീ കൂട്ടി അതിലിട്ട് എന്നെ കത്തിച്ച് കളയുക. എന്നിട്ട് എൻ്റെ ഇറച്ചി മുഴുവൻ തീ കത്തിച്ച് കഴിയും. അത് കഴിഞ്ഞ് എല്ലിലേക്ക് കയറും. എല്ലും കത്തിക്കഴിയുമ്പോൾ അതെടുത്ത് ഞെരിച്ച് പൊടിയാക്കി കാറ്റുള്ള ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് ആ പൊടിയെ നിങ്ങൾ കടലിലേക്ക് പറപ്പിച്ച് കളയുക, അല്ലെങ്കിൽ എറിഞ്ഞു കളയുക, അതിലേക്ക് അമഴ്ത്തി കളയുക. അവർ അങ്ങനെ ചെയ്തു. പക്ഷേ അള്ളാഹു ആ പൊടികളെ എല്ലാം ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അല്ലെങ്കിൽ അവരോട്, നീ എന്തിനാണ് അവസാനത്തെ ആഗ്രഹമായി പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ? അദ്ദേഹം പറഞ്ഞു, നിന്നോടുള്ള ഭയം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു അവനെ പുറത്തു കൊടുത്തു. ഉഖ്ബ ബിൻ അംർ പറയുന്നു, അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഇസ്രായേലിയായ ഒരു മനുഷ്യൻ മരിച്ചവരുടെ ഖബറുകൾ തുറന്ന് അല്ലെങ്കിൽ കുഴി മാന്തിയിട്ട് അവിടെ നിന്ന് അവരെ പുതപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മയ്യത്തിൻ്റെ കഫൻ തുണി അഴിച്ചെടുക്കാറുണ്ടായിരുന്നു. ഖാല വസമഅതു യഖൂലു ഇന്ന റജുലൻ ഹളറഹുൽ മൗതു ഫലമ്മ ഇസ മിനൽ ഹയാതി ഔസാ അഹ്ലഹു ഇദാ അന മുത്തു ഫജ്മഉ ലി ഹതബൻ കസീറൻ വഖദിമു ഫീഹി നാറൻ ഹത്താ ഇദാ അകലത് ലഹ്മി വഖലസത് ഇലാ അളമി ഫംതഹസ്തു ഫഖുദൂഹാ فاطحنوها ثم انظروا يوما راحا فاذرهوه في اليم ففعلوا فجمعه الله فقال له لم فعلت ذلك قال من خشيتك فغفر الله له. قال عقبة ابن عمرو وأنا سمعت يقول ذاك وكان നബ്ബാഷ. ആയിഷയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ ആയിരുന്നപ്പോൾ, അതായത് രോഗിയായി മരിക്കുമെന്ന് ഉറപ്പായി ഇരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കിടന്ന ഒരു തുണി മുഖത്തേക്ക് എടുത്തിട്ട് മൂടി, നമ്മൾ പൊതിച്ച് മൂടി കിടക്കുക എന്ന് പറയുന്ന പോലെ ആ തുണിയുടെ ഒരറ്റം എടുത്ത് മുഖത്തേക്ക് ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ചൂട് തോന്നി. എന്നിട്ട് അത് മുഖത്ത് നിന്നും മാറ്റി. അങ്ങനെ ആ മുഖത്ത് തുണി ഇടുകയും പിന്നെ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ മാറ്റുകയും ചെയ്യുന്ന ആ അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ശപിക്കട്ടെ. കാരണം അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതായത് ഖബറുകളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റാണ്, ശപിച്ച് കളയുന്ന തെറ്റാണ്. അതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് മുസ്ലിങ്ങൾക്ക് താക്കീത് തരിക എന്നുള്ളതാണ്. അത് നമ്മളാരും ഖബറിൽ പോയി ആരാധിക്കരുത്, പ്രവാചകന്മാരെ ആരാധിക്കരുത്, ഖബറിൽ കിടക്കുന്നവരെ ആരാധിക്കരുത്. ബോധമുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി പാലിക്കുക. ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഒക്കെ ചെയ്തതുപോലെ ചെയ്ത് നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് ഹദീസ് 435 വന്നിട്ടുണ്ട്. ഇന്ന ആയിഷത വഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഖാല ലമ്മ നസല ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഫിഖ യത്റഹു ഖമീസതൻ അലാ വജ്ഹിഹി ഫഇദാ തമ്മ കശഫഹ അൻ വജ്ഹിഹി ഫഖാല വഹുവ കദാലിക ലഅനത്തുല്ലാഹി അലാ അൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ യുഹദ്ദിറു മാ സ്വനഉ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇസ്രായേലികളെ അവരുടെ പ്രവാചകന്മാർ ഭരിക്കുകയും നേർമാർഗത്തിൽ നയിക്കുകയും ചെയ്തിരുന്നു. അവരുടെ പ്രവാചകന്മാർ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പ്രവാചകനും മരിക്കുമ്പോൾ അടുത്ത പ്രവാചകൻ അതേ സ്ഥാനം ഏറ്റെടുക്കുമായിരുന്നു. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഇല്ല, പക്ഷേ ഖലീഫമാർ ഉണ്ടാവും എനിക്ക് ശേഷം. അവർ ഒരുപാട് എണ്ണം ഉണ്ടാവും. അപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾ ഞങ്ങളോട് എന്താണ് ചെയ്യാൻ ഉത്തരവിടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഖലീഫമാരുടെ ഇടയിൽ ആദ്യമായി സത്യപ്രതിജ്ഞ കിട്ടിയത്, അല്ലെങ്കിൽ ആദ്യമായി ആളുകൾ തിരഞ്ഞെടുത്ത ഖലീഫ ആരാണോ അവനെ നിങ്ങൾ അനുസരിക്കുക. ഖലീഫമാരോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ പാലിക്കുക. അവർ എന്തെങ്കിലും ഭരണത്തിൽ കുറവ് വരുത്തുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്താൽ അവരോട് അള്ളാഹു ചോദിച്ചോളും. കാരണം ഭരണാധികാരികളെ അല്ലെങ്കിൽ ഖലീഫമാരെ അള്ളാഹു അവൻ്റെ സംരക്ഷണത്തിൽ ആക്കിയിരിക്കുന്നു. അപ്പോൾ അവർ തെറ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ തിരുത്തുകയോ അതല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുകയോ ചെയ്യുക എന്നുള്ള അള്ളാഹുവിൻ്റെ കാര്യമാണ്. നമ്മൾ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവരെ പിന്തുടർന്നാൽ മതി, അവരോടുള്ള കടമ തീർത്താൽ മതി. ഖഅദ്തു അബൂ ഹുറൈറത 5 സിനീന ഫസമഅതുഹു യുഹദ്ദിസു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കാനത് ബനു ഇസ്രായീല തസൂസുഹും അൽ അംബിയാഉ കുല്ലമാ ഹലക നബിയ്യുൻ ഖലഫഹു നബിയ്യുൻ വഇന്നഹു ലാ നബിയ്യ ബഅദി
വസയകൂനു ഖുലഫാഉ ഫയക്സറൂന ഖാലു ഫമാ തഅമുറൂൻ ഖാല ഫൂ ബിബൈഅത്തിൽ അവ്വലി ഫൽഅവ്വലി യതൂഹും ഹഖ്ഖഹും ഫഇന്നല്ലാഹ സائلهم അമ്മാ സ്തറാഹും. ഈ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ബയ്യത്ത് എന്നുള്ളത് നമ്മളൊരു അധ്യായത്തിൽ തന്നെ കണ്ടതാണ്. ഖലീഫമാർക്ക് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക്, മുസ്ലിം ഭരണാധികാരികൾക്ക് ബയ്യത്ത് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഖലീഫ ഉള്ള സ്ഥലത്ത് തന്നെ വേറൊരു ഖലീഫയെ പിന്നീട് കുറച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരേ സമയത്തോ ഒക്കെ ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്തേക്കാം. അത് ഒഴിവാക്കുന്നതിന്, ആ സമൂഹത്തിൽ പ്രശ്നം കുറയുന്നതിന് വേണ്ടി പൊതുവായി എല്ലാവരും ബയ്യത്ത് ചെയ്യുന്ന ഭരണാധികാരി, അതായത് കൂടുതൽ മുസ്ലിങ്ങൾ ബയ്യത്ത് ചെയ്യുന്നതും ആദ്യമായി ബയ്യത്ത് ചെയ്യുന്നതുമായ ഖലീഫയാണ് പിന്തുടരേണ്ടത്. രണ്ടാമൻ യോഗ്യനല്ല. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളുടെ വഴികൾ അല്ലെങ്കിൽ മാർഗങ്ങൾ തീർച്ചയായും പിന്തുടരും. അടിക്ക് അടിയായും മുഴത്തിന് മുഴമായും, അതായത് ഇഞ്ചിന് ഇഞ്ചായും നമ്മളത് ചെയ്യും. അതായത് അവർ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യും എന്നാണ് പറയുന്നത് ബനി ഇസ്രായേലിലുള്ളവർ. ഇനി എങ്ങാനും അവരിൽ ആരെങ്കിലും ഒരു പല്ലിയുടെ പൊത്തിലെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യും. അപ്പം ഞങ്ങൾ ചോദിച്ചു, അല്ല അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കൾ ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയുമാണോ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, പിന്നെ അല്ലാതെ വേറെ ആരാണ്? അതായത് തീർച്ചയായും യഹൂദന്മാരും ക്രിസ്ത്യാനികളും അവർ ചെയ്തത് എന്തൊക്കെയാണോ അതെല്ലാം നമ്മളും ചെയ്യും. അത് ഖബർ ആരാധിക്കുക, നബിമാരെ ആരാധിക്കുക, അതല്ലെങ്കിൽ ശിർക്ക് ചെയ്യുക, ഔലിയാക്കന്മാരെ ആരാധിക്കുക, എന്ത് വേണമെങ്കിലും അവർ ചെയ്തതെല്ലാം നമ്മളും ചെയ്യും. അവർക്ക് പുണ്യാളന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ ആരാധിക്കുന്നുണ്ട്. പുണ്യാളന്മാരുടെ ഇടനിലക്കാരായി വെച്ചിട്ട് അവരോട് സഹായം ചോദിക്കും, അവർ അള്ളാഹുവിനോട് ചോദിക്കും എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളും ചെയ്യുന്നു. നമ്മൾ ഔലിയായോട് ചോദിക്കുന്നു, ഔലിയ അള്ളാഹുവിനോട് ചോദിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്. അങ്ങനെ ഒരു നിയമങ്ങളോ അടിസ്ഥാനമൊന്നുമില്ല ഇസ്ലാമിൽ. ഇത് 9ാമത്തെ വാല്യത്തിൽ 7320 ആവർത്തിക്കുന്നുണ്ട്. നബി സഈദ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തത്തബിഉന്ന സനന മൻ ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാൻ ബിദിറാൻ ഹത്താ ലൗ സലകൂ ജുഹ്റ ദബ്ബിൻ ല സലക്തുമൂഹു ഖുൽനാ യാ റസൂലുള്ളാഹ് അൽ യഹൂദ വൻ നസാറ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ആളുകൾ തീയെയും മണിയടിയെയും പറ്റി സംസാരിക്കുകയായിരുന്നു. നമസ്കാര സമയമായി എന്ന ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി. നമുക്കിപ്പോൾ ബാങ്ക് വിളിയാണ്, പക്ഷേ അന്ന് ബാങ്ക് വിളി ഇല്ല, അത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആളുകൾ പറയണം, നമുക്ക് യഹൂദന്മാരുമായിട്ട് തീ കത്തിച്ച് കാണിച്ചാൽ അപ്പോൾ വെളിച്ചം കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ മണി അടിച്ചാലോ ക്രിസ്ത്യാനികളുടെ പോലെ മണിയടി കേൾക്കുമ്പോൾ നിസ്കാര സമയമായി എന്ന് മനസ്സിലാവും. അത് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഉദ്ധരിച്ചുകൊണ്ട്, അതായത് അവരിൽ നിന്നും കണ്ടു പഠിച്ചതുകൊണ്ട് പറഞ്ഞതായിരുന്നു. പക്ഷേ ബിലാലിനോട് ഉത്തരവിട്ടു ആവാൻ, അതായത് നമസ്കാരത്തിലേക്കുള്ള വിളി, അതല്ലെങ്കിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വാക്കുകൾ ഇരട്ടിയായിരുന്നു, അതായത് 2 പ്രാവശ്യം പറയണം. ഇഖാമത്തിൽ അതെല്ലാം 1 പ്രാവശ്യമായിരുന്നു. നമ്മളിത് ആദാനുള്ള കിതാബിൽ കണ്ടതാണ്, മുമ്പുള്ള ബാങ്കിൻ്റെ കിതാബിൽ. അങ്ങനെ അനസിൻ്റെ റളിയല്ലാഹു അൻഹു ഖാല ദക്കറു അന്നാറ വന്നാഖൂസ ഫദക്കറുൽ യഹൂദ വന്നസാറ ഫഉമിറ ബിലാലുൻ അൻ യശ്ഫഅൽ ആദാന വഅൻ യുത്റ അൽ ഇഖാമ. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത്, അവരുടെ ആരാധനാ രീതികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, മൂസ അലൈഹി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ബനി ഇസ്രായേലിനെയും ഈജിപ്തിൽ നിന്നും കടൽ കടത്തി, ചെങ്കടൽ പിളർത്തി, ഫിറൗനും കൂട്ടരെ മുക്കി കൊന്നു. അന്നേ ദിവസം യഹൂദന്മാരെല്ലാം നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു, മുഹറം. അപ്പോൾ നമ്മളോടും പറഞ്ഞു 2 ദിവസം നോമ്പ് പിടിക്കണം, യഹൂദന്മാർ 1 ദിവസം പിടിക്കുന്നുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പിടിക്കരുത്. തോലിൻ്റെ കാലുറ അല്ലെങ്കിൽ സോക്സ് ഇട്ടുകൊണ്ട് നിസ്കരിക്കാറില്ലായിരുന്നു. റസൂൽ പറഞ്ഞു, നമ്മൾ തോലിൻ്റെ കാലുറ ഹുഫ ഉപയോഗിച്ചുകൊണ്ട് നിസ്കരിക്കണം എന്ന്. അതായത് ഇവരെന്തെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യുകയും അവരെന്തെങ്കിലും മതപരമായ രീതിയിൽ ചെയ്താൽ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുള്ളത് മുസ്ലിങ്ങളുടെ നിർബന്ധമായ കാര്യമാവുന്നു. അവരുടെ ആരാധനാ രീതികളൊന്നും നമുക്ക് പാലിക്കാൻ പാടില്ല ഒരു രീതിയിലും. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അവർ വെറുക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു ആളുകൾ അവരുടെ കൈകൾ വശങ്ങളിൽ വയ്ക്കുന്നത് നമസ്കരിക്കുമ്പോൾ. കാരണം യഹൂദന്മാർ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കാനത്ത് തക്റഹു അൻ യജഅല യദഹു ഫി ഖാസിറതി വതഖൂലു ഇന്നൽ യഹൂദ തഫഅലുഹു. അതായത് യഹൂദന്മാർ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ആചാര രീതികൾ വെറുക്കുക എന്നുള്ളതും സുന്നത്താകുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങളുടെ കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്ര കാലം നിങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്, അതായത് റസൂലിൻ്റെ സമയം തൊട്ട് ലോകാവസാനത്തിൽ മുസ്ലിങ്ങൾ തീരുന്നവരെയുള്ള സമയം, അത് എന്ന് പറയുന്നത്
നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അസ്റിനും സൂര്യാസ്തമയത്തിനും ഇടയിലുള്ള സമയമാകുന്നു. അതായത് ഒരു 3:45 അസ്റാണെങ്കിൽ ഒരു 6:30 സൂര്യാസ്തമയമാണെങ്കിൽ അതാകുന്നു നിങ്ങളുടെ സമയം ഭൂമിയിൽ എന്ന് പറയുന്നത്. നമുക്ക് താരതമ്യം ചെയ്ത് ഊഹിക്കാവുന്നതാണ്. ഒക്കെ സമയം ഉണ്ട് എന്ന് ഊഹിക്കാം. അല്ലാഹു ആലം. ഇതെങ്ങനെയാണ് കണക്കാക്കുക എന്ന് നമുക്ക് അറിയില്ല. യഹൂദന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള നിങ്ങളുടെ താരതമ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഉദാഹരണത്തിലൂടെയാകുന്നു. അതായത് ഒരാൾ ഒരു മനുഷ്യനെ ജോലിക്ക് വച്ചു, എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഉച്ചവരെ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഖീറാത്ത് വെച്ച് കൂലി തരാം. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉറുദുമലയുടെ അത്രയാണ് മയ്യത്തിൻ്റെ ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോൾ. അതായത് എല്ലാ ജമാഅത്ത് കഴിഞ്ഞാലും മക്കയിൽ മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. കാരണം ആ ഏരിയയിൽ ആര് മരിച്ചാലും അവിടെയാണ് നിസ്കരിക്കുക. പുറത്ത് കിട്ടും എന്നാണ് പറയുന്നത്. അത് നരകത്തിൽ പോകാതിരിക്കാനുള്ള ഒരു വഴി. അവിടെ നിസ്കരിക്കുമ്പോൾ ഉംറയ്ക്കോ അലി ഹജ്ജിനോ കൊണ്ടുപോകുന്ന ഇമാമികൾ പറയും, നമ്മളോട് ഉസ്താദുമാർ അമീറന്മാർ പറയും, മയ്യത്ത് നിസ്കരിക്കണം, കാരണം അതിന് 2 ഖീറാത്ത് കൂലി ഉണ്ടെന്നാണ് പറയുന്നത്. ചുമ്മാ നിന്ന് 4 സെക്കൻഡ് കൈയ്യട്ടി അയച്ചാൽ മതി. കുനിയോ നിവരോ പോലും വേണ്ട. സുജൂദ് പോലും ഇല്ലാത്ത നിസ്കാരമാണ്. അപ്പോൾ സാധാരണ നിസ്കാരത്തിന് എന്തോരം കൂലി ഉണ്ടാവും നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാം. ചിലപ്പോൾ 5 ഇരട്ടി 10 ഇരട്ടി കൂലി ഉണ്ടാവുമായിരിക്കും. അല്ലാഹു ആലം. അപ്പോൾ ആളോട് പറയുകയാണ്, ഉച്ചവരെ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഖീറാത്ത് കൂലി തരാം. അപ്പോൾ യഹൂദി ഉച്ചവരെ ജോലി ചെയ്തു ഒരു ഖീറാത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഉടമസ്ഥൻ അല്ലെങ്കിൽ പണി കൊടുക്കുന്ന ആൾ, തൊഴിൽ ദാതാവ് പറഞ്ഞു, ഉച്ച മുതൽ അസ്ർ വരെ ആര് ജോലി ചെയ്യും, ഞാൻ ഓരോ ഖീറാത്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്ത്യാനികൾ ആ സമയത്ത് ജോലി ചെയ്തു അസ്ർ വരെ. എന്നിട്ട് അവർ ഓരോ ഖീറാത്ത് കൊടുത്തു. അവരത് നേടിക്കൊണ്ട് പോയി. അതായത് യഹൂദന്മാരിലുള്ള മുസ്ലിങ്ങൾ രാവിലെ തൊട്ട് ഉച്ചവരെ ഈ ഭൂമിയെ നയിച്ചു എന്നും അതിനുശേഷം ഉച്ച മുതൽ അസ്ർ വരെയുള്ള സമയം ക്രിസ്ത്യാനികൾ നയിച്ചു എന്നുമാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവർക്ക് പർവ്വത സമാനമായ കൂലി കിട്ടുകയും ചെയ്തു. എന്നിട്ട് തൊഴിലാളി അല്ലെങ്കിൽ തൊഴിൽ ദാതാവ് അല്ലാഹു ആണ്. ആള് ചോദിച്ചു, അസ്ർ മുതൽ സൂര്യാസ്തമയം വരെ ആരാണ് എനിക്ക് വേണ്ടി പണിയെടുക്കുക? നിങ്ങൾക്ക് ഞാൻ 2 ഖീറാത്ത് വീതം തരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, അത് നിങ്ങളാകുന്നു, അതായത് മുസ്ലിങ്ങൾ. അസ്ർ മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയത്ത് ജോലി ചെയ്യുന്നവർ നിങ്ങൾ ആകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇരട്ടി കൂലി ഉണ്ടാവും. അതായത് യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും കിട്ടുന്നതിൻ്റെ ഇരട്ടി കൂലിയാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലെങ്കിൽ നിസ്കാരം, നോമ്പ് അങ്ങനെയുള്ളതൊക്കെ വലുതായിരിക്കും അവരെക്കാളും. അതല്ലെങ്കിൽ നമ്മളുടെ സമയം അത്ര മോശമായതുകൊണ്ട്, ലോകാവസാനത്തിൻ്റെ അടുത്തേക്ക് ആയതുകൊണ്ട് നമുക്ക് ഇരട്ടി കൂലി തരുന്നതായിരിക്കും. അല്ലാഹു ആലം. അപ്പോൾ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ദേഷ്യത്തോടു കൂടി ചോദിച്ചു, ഞങ്ങൾ കൂടുതൽ ജോലി ചെയ്തു. ഒരാൾ രാവിലെ തൊട്ട് ഉച്ച വരെ ചെയ്തു, മറ്റേ ആൾ ഉച്ച തൊട്ട് അസ്ർ വരെ ചെയ്തു, അത് 12:30 തൊട്ട് 3:30 വരെ നല്ല സമയം ജോലി ചെയ്തു, എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് കൂലി. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഞാൻ അനീതി കാണിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ അവകാശത്തിൽ ഉള്ള കാര്യങ്ങൾ തരാതെ നിങ്ങളോട് അനീതി കാണിച്ചു എന്നാണോ പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അല്ല. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഇത് എൻ്റെ അനുഗ്രഹമാകുന്നു, ഇത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കും. അതിന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നമാ അജലുക്കും ഫി അജലി മൻ ഖലാ മിനൽ ഉമമി മാ ബൈന സ്വലാത്തിൽ അസ്രി ഇലാ മഗ്രിബി ശംസി വ ഇന്നമാ മസലുക്കും മസലുൽ യഹൂദി വൻ നസാറ കറജുലിൻ ഇസ്തഅമല ഉമ്മാലൻ ഫഖാല മൻ യഅമലു ലി ഇലാ നിസ്ഫിൻ നഹാരി അലാ ഖീറാത്തിൻ ഫഅമിലത്തിൽ യഹൂദു إلى نصف النهار على قيرات ثم قال ما يعمل لي من نصف النهار إلى صلاة العصر على قيرات فعملت النصارى من نصف النهار إلى صلاة العصر على قيرات ثم قال من يعمل لي من صلاة العصر إلى مغرب الشمس على قيراتين قال ألا فأنتم الذين تعملون من صلاة العصر إلى مغرب الشمس ألا لكم الأجر مرتين فغضبت اليهود والنصارى فقالوا نحن أكثر عملا وأقل عطاء قال الله وهل ظلمتكم من حقكم شيئا قالوا لا قال فإنه فضلي أعطيه من شئت. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പോൾ രാവിലെ തൊട്ടല്ലേ സുബി തൊട്ട് അസ്ർ വരെയുള്ള സമയത്താണ് യഹൂദന്മാരും ക്രിസ്ത്യാനികളും നമ്മളും ഉള്ളത്. അപ്പോൾ സമയം കണക്കാക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപക്ഷെ രാത്രി ആയിരിക്കും ആദം അലൈഹിസ്സലാം തൊട്ട് മൂസ അലൈഹിസ്സലാം വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വരെയുള്ള ആളുകൾ. അല്ലാഹു ആലം. ഒരു ഊഹമാണ് ഈ പറയുന്നത്. പിന്നെ ഒന്ന് എന്ന് പറയുന്നത് മുമ്പുള്ള യഹൂദന്മാർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരിലെ മുസ്ലിങ്ങളെയാകുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാമോ അതല്ലെങ്കിൽ മൂസ അലൈഹി സ്വലാമോ തൊട്ട് ഈസ അലൈഹി സ്വലാം വരെയുള്ള ആളുകൾ. അത് കഴിഞ്ഞപ്പോൾ അവർ ഇസ്ലാമിനെ വിട്ട് പോയി, അവർ യഹൂദികളായി പോയി, മുസ്ലിമായി നിൽക്കാൻ വിസമ്മതിച്ചു, ഈസ അലൈഹി സ്വലാമിൽ വിശ്വസിച്ചില്ല. അവർക്ക് ഓരോ കൂലി കൊടുത്തു. ഈസ അലൈഹി സ്വലാം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ, അന്നത്തെ മുസ്ലിങ്ങൾ അത് ഏറ്റെടുത്തു. അതായത് ഭൂമിയിൽ ഇസ്ലാമിക ഭരണം അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭരണം നടത്തലാക്കി അവർ
ഓരോ കൂലി വാങ്ങിച്ചു. അസ്രായപ്പോൾ അവർ നിർത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ റസൂലിനെ പിന്തുടരാൻ വിസമ്മതിച്ചു. അവർ ക്രിസ്ത്യാനികളായി തുടർന്നു. നമ്മൾ മുസ്ലിങ്ങളായി വന്നു. നമുക്ക് കുറച്ച് സമയമുള്ളൂ, പക്ഷെ നമ്മൾ ഇരട്ടി കൂലി വാങ്ങുന്നവർ ആകുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.